ഈ ദോശയുടെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ സെർവ് ചെയ്യാം. ഈ മാവ് പുളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കപ്പ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 3 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ് വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. അരി കുതിർത്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി മരിച്ചിനി അല്ലെങ്കിൽ കപ്പ ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനൊരു മീഡിയം സൈസ് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളയുക. എന്നിട്ട് 2 സൈഡും 2 അറ്റം കട്ട് ചെയ്ത് മാറ്റുക. നടുക്കിൽ നാര് ഉണ്ടെങ്കിൽ അതും മാറ്റണം. എന്നിട്ട് കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞ് വയ്ക്കാം. കപ്പ കഷ്ണങ്ങളാക്കി നല്ലപോലെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് അരി കുതിർത്തതാണ് 2 മണിക്കൂർ. കുതിർത്ത വെള്ളം തന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിൽ ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. ആദ്യമായിട്ട് ഞാൻ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഇനി 1.5 ടീസ്പൂൺ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമുള്ള വറ്റൽമുളക് ഇതിലോട്ട് ചേർക്കാം. ഞാൻ 4 ഞെട്ട് ഭാഗം മാറ്റിയ ശേഷം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ അവസാനം മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇനി കപ്പയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പകുതി ആദ്യം ചേർത്ത് കൊടുത്ത് അരച്ച ശേഷം ബാക്കി പകുതി ചേർക്കാം. നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു ട്രിപ്പ് അരച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും കൂടി ഇട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി അരച്ച പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, അരയാത്ത ഏതെങ്കിലും പീസ് ഉണ്ടോ എന്ന് നോക്കുക. മരിച്ചിനി കഷ്ണങ്ങളായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം, ചെറിയ ചെറിയ പീസ്. അതുണ്ടെങ്കിൽ 2 3 ഒക്കെ കാണും. ചിലപ്പോൾ അതുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇനി അരി അരച്ചെടുക്കാം. ഞാൻ അതും 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത്. നമ്മൾ ദോശമാവിനൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ അരി അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചിട്ട് വരാം. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരച്ചിട്ടുണ്ട്. ചെറിയൊരു തരിയുള്ള പോലെയാണ് അരച്ചെടുക്കേണ്ടത്. തീരെ ഫൈനായിട്ടല്ല, നമ്മൾ സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്നത് പോലെ. ഇനി ബാക്കി അരിയും കൂടി ഇട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയ ശേഷം എരിവ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം തീയിലോട്ട് വയ്ക്കാം. എന്നിട്ട് മാവ് ഒഴിച്ച് ഒന്ന് പരത്തി നോക്കാം. ഈ മാവ് ഒഴിക്കുമ്പോൾ കല്ലിൽ ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. അപ്പോൾ മാവ് കല്ലിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ദോശയൊന്ന് ചുട്ടെടുക്കാനായിട്ട്. ഇനി ദോശയുടെ ചുറ്റും നല്ലെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതുപോലെ അപ്പത്തിൻ്റെ പാത്രത്തിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ചില്ലെങ്കിൽ മുകളിലൊരു പൊടി പോലെ ഉണ്ടാവും. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. അടച്ചു വെക്കാതെ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാരണം നല്ല സോഫ്റ്റാണ് ദോശ. ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഈ ദോശ അടച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഇത് മുകളിലെ ഭാഗം കുറച്ച് ഡ്രൈ ആയതുപോലെ ഒരു വെള്ള കളർ പൊടി പോലെ ഉണ്ടാവും. ഇതിനി തിരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചിട്ടപ്പോൾ അതുപോലെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അതുണ്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക്